നമ്മുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വലിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ, നമ്മുടെ ജീവിതവും ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ചില ദൈവിക അടയാളങ്ങൾ ചോദിച്ച് അത് കണ്ട് സ്ഥിരീകരിച്ച ശേഷം നമ്മൾ മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ എടുക്കുന്ന തീരുമാനം പരാജയപ്പെടുകയില്ല, മാത്രമല്ല വലിയ അപകടത്തിലേക്ക് നമ്മൾ പോവുകയില്ല. ഇനി ദൈവത്തിൽ നിന്ന് അടയാളങ്ങൾ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ ദൈവത്തിൽ നിന്ന് അടയാളങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവം കാണിച്ചു തരുമോ? ഇനി അങ്ങനെ പറയാനുള്ള മടിയോ അല്ലെങ്കിൽ ധൈര്യക്കുറവോ ഉണ്ടെങ്കിൽ നമുക്ക് ചില അടയാളങ്ങൾ പറയാനായിട്ട് പറ്റും. അപ്പം നമ്മൾ പറയുന്ന ഈ അടയാളം കർത്താവ് പ്രവർത്തിപ്പിക്കും. അങ്ങനെ നമുക്ക് ചില കാര്യങ്ങളിൽ ഇത് മതിയെന്നോ അല്ലെങ്കിൽ ഇത് വേണ്ടാന്നൊക്കെ പറയാനായിട്ട് പറ്റും, വലിയൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കും. കാരണം വിശുദ്ധ ബൈബിളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വെറും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ പറഞ്ഞ അടയാളങ്ങൾ പോലും ദൈവം പ്രവർത്തിപ്പിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് അവിടെ ഒരു സ്ഥിരീകരണം കൊടുത്തുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പിക്കാനായിട്ട് കർത്താവിന് സാധിച്ചിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാം അധ്യായത്തിലാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുക. അതിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാം, അബ്രാഹാം തൻ്റെ വേലക്കാരനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവനോട് പറയാണ്, നിന്റെ കൈ എൻ്റെ തുടയുടെ കിഴവയ്ക്കുക. എന്നിട്ട് അവിടെ ഒരു സത്യം ചെയ്യിപ്പിക്കുകയാണ്, ഞാൻ പാർക്കുന്ന ഈ നാട്ടിലുള്ള കാനാൻകാരിയുടെ പെൺമക്കളിൽ നിന്ന് ഒരുവളെ പോലും എൻ്റെ മകന് ഭാര്യയായിട്ട് കണ്ടുപിടിക്കില്ല എന്ന് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമായിട്ടുള്ള കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും. അപ്പോൾ അബ്രാഹത്തിന്റെ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സത്യം മുഴുവൻ ചെയ്യിക്കുന്നത്. എന്താണ് അബ്രാഹത്തിന്റെ ആഗ്രഹം? അബ്രാഹം പറയാണ്, എൻ്റെ നാട്ടിൽ എൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ പോയി അവരിൽ നിന്ന് എൻ്റെ മകൻ ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കണം. ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്, ചെറിയ കാര്യമൊന്നുമല്ല. കാരണം കർത്താവിൻ്റെ നാമത്തിൽ വെച്ചാണ് സത്യം ചെയ്യിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഉദ്യമവുമായിട്ട് ഈ വേലക്കാരൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ വേലക്കാരൻ ഇവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യം. ഉചിതമായിട്ടുള്ള പെൺകൊച്ച് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അവൻ കർത്താവിൽ നിന്ന് ഒരു അടയാളം അവൻ ചോദിക്കുന്നില്ല. പകരം അവനായിട്ട് ചില അടയാളങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിക്കുകയാണ്. എന്നിട്ട് അവൻ കർത്താവിനോട് പറയാണ്, ഞാൻ പറയുന്ന ഈ അടയാളങ്ങൾ നീ സംഭവിപ്പിക്കണം. അങ്ങനെ ഞാൻ പറയുന്ന അടയാളങ്ങൾ നീ പ്രവർത്തിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് സ്ഥിരീകരിക്കാനായിട്ട് പറ്റുക. ഈ വാക്യങ്ങളൊക്കെ പറയുന്നത് 24-ാം അധ്യായത്തിന്റെ 14-ാം തിരുലിഖിതത്തിലാണ്. ആ വചനം ഇങ്ങനെയാണ്, നിന്റെ കുടം താഴ്ത്തി തരിക, ഞാൻ കുടിക്കട്ടെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക, നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടി ആയിരിക്കട്ടെ അങ്ങയുടെ ദാസനായ ഇസ്ഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ. ഇതെല്ലാം പറഞ്ഞ ശേഷം ഈ അബ്രാഹത്തിന്റെ വേലക്കാരൻ ഈ കിണറിനരികെ ഇങ്ങനെ കാത്തിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഈ അടയാളങ്ങൾ ഇതുപോലെ തന്നെ കർത്താവ് സംഭവിപ്പിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ട് സ്ഥിരീകരിക്കാൻ പറ്റും, ഇതാണ് കർത്താവ് ഇസ്ഹാക്കിന് കണ്ടുപിടിച്ച വ്യക്തിയെന്ന്. പിന്നീട് 17 തൊട്ടുള്ള തിരുലിഖിതങ്ങൾ നമ്മൾ താഴോട്ടൊന്ന് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഈ വേലക്കാരൻ പറഞ്ഞ അതേ അടയാളങ്ങൾ കർത്താവ് ഇവന് വേണ്ടിയിട്ട് അവിടെ സംഭവിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ആ കിണറ്റിൻകരയിൽ വെച്ചിട്ട് അബ്രാഹത്തിന്റെ മകനായ ഇസ്ഹാക്കിന് ഉചിതമായിട്ടുള്ള ഒരു ഭാര്യയെ റബേക്കയെ കണ്ടുപിടിക്കുന്നത്. ദൈവവുമായിട്ട് ഇടപെടുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു രീതിയല്ലേ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നല്ലൊരു ജീവിത പങ്കാളിയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങുമ്പോൾ ചില അടയാളങ്ങളൊക്കെ കർത്താവിന്റെ മുൻപിൽ ചോദിക്കുക. നേരത്തെ തന്നെ ചില അടയാളങ്ങളൊക്കെ കർത്താവിന്റെ മുൻപിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ആ അടയാളങ്ങളെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമുക്കത് സ്ഥിരീകരിക്കാനുള്ള ഒരു അനുഗ്രഹം നമുക്ക് തരും. അങ്ങനെ ദൈവത്തിന്റെ അംഗീകാരത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒന്നും പരാജയപ്പെടില്ല, ഒന്നും നമുക്കില്ലാതായി പോകില്ല. അതെല്ലാം അനുഗ്രഹത്തിലേക്കും അഭിഷേകത്തിലേക്കും എത്തിച്ചേർക്കാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വിധത്തിൽ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഇപ്പോൾ ഒരുങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ, വലിയ സംരംഭങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചില അടയാളങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിക്കുക. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ചില കാര്യങ്ങൾ. അതിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ നിന്നൊരു ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം.